എന്നും രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും വീട്ടിലെല്ലാ ഫുഡും റെഡി ആവുന്നതാണ് കേട്ടോ. പക്ഷേ അവധി ദിവസങ്ങളായിട്ടുണ്ടെങ്കിൽ 1 മണിയായാലും ഫുഡ് റെഡി ആയിട്ടുണ്ടാവില്ല. നമ്മൾ രാവിലെ എണീക്കാനും നേരം വൈകും, വെക്കാനും നേരം വൈകും, എല്ലാത്തിനും നേരം വൈകും. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഫോണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സൈത്തേട്ടൻ അത് വെച്ച് നോക്കും കേട്ടോ. വീട്ടിൽ നമ്മളൊന്ന് അരിഞ്ഞ് റെഡിയാക്കി കൊടുത്താൽ മാത്രം മതി, സൈത്തേട്ടൻ അതേ രീതിയിൽ വെച്ചോളും. സൈത്തേട്ടൻ കറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാനും ജിഞ്ചും കൂടി ഇന്ന് മന്തി വെക്കാൻ പോവുകയാണ്. ചിഞ്ചു മക്കളൊക്കെ വരുമ്പോഴാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ തോന്നുള്ളൂ. ഞങ്ങൾ മാത്രമുള്ള പണിക്ക് ഞങ്ങൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്തെങ്കിലും വെക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ ക്യാപ്സിക്ക അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. സൈത്തേട്ടൻ വേഗം വെച്ചിട്ട് അടുപ്പൊഴിഞ്ഞ് തന്നാലേ നമുക്കുള്ളത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സൈത്തേട്ടൻ അതിൻ്റെ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൈത്തേട്ടൻ്റെ കുക്കിംഗ് ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഗാർണിഷ് ചെയ്യുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഒരു നോർമൽ ചെമ്പിൽ വെള്ളം വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു കഷ്ണം മാഗി ക്യൂബ്, കുറച്ച് മല്ലി ഇട്ടിട്ട് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. മന്തി മസാല ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കത്തിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് ചിക്കനും ഇട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കിലോ ചിക്കനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കാണുമ്പോൾ അത്ര ക്വാണ്ടിറ്റി തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മാഗി ക്യൂബും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റൈസിലും ഒരു മാഗി ക്യൂബ് ഇട്ടിരുന്നു. പിന്നെ കുറച്ച് സോസും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴാണ് കേട്ടോ നമ്മുടെ അവിടെ കുരങ്ങൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആളുള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ വന്നിട്ടില്ല. തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. കുരങ്ങ ശല്യം എന്ന് പറയുമ്പോൾ ആർക്കും വലിയ രീതിയിൽ മനസ്സിലാവില്ല കേട്ടോ. പക്ഷെ അത് വല്ലാത്തൊരു ശല്യം തന്നെയാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാനും കുരങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. കുരങ്ങൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമല്ല, നമ്മളെ വീട്ടിൽ നട്ടിട്ടുള്ള വാഴ, കർമൂസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇത് ഒറ്റയടിക്ക് നശിപ്പിച്ചിടും. ഈ ഏരിയയിലൊന്നും ആർക്കും അടുക്കളത്തോട്ടം എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ല കേട്ടോ. എല്ലാം നശിപ്പിക്കും, ഒരു സാധനം നടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിട്ട് അരമണിക്കൂറായി കുതിർത്തി വെച്ച അരി നമ്മൾ കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഓൾറെഡി വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം ഇനി അരി കഴുകിയിട്ട് നമുക്ക് അടുപ്പിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ. നമ്മൾ ബാക്കി ദം ഇടുന്നുണ്ട്. അപ്പോൾ അതാ ഇനി ചിക്കൻ പീസും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ പീസെല്ലാം കൂടി നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഒരു 80% കുക്കായി വരണം കേട്ടോ. അതിനുശേഷം നമ്മളൊരു ഉരുളി വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വലിയ രീതിയിലല്ല, ഒരു ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഓൾറെഡി കുക്കായതാണ്, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാ പീസും നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൈസിൻ്റെ കാര്യം നോക്കണം കേട്ടോ. റൈസ് ഇതാ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഊറ്റി വെക്കുക എന്ന് പറയും, ചിലയിടത്ത് വാർത്ത് വയ്ക്കുക എന്ന് പറയും കേട്ടോ. നമ്മളിവിടെയൊക്കെ വാർത്ത് വെക്കുക അല്ലെങ്കിൽ ഊറ്റി വെക്കുക എന്നാണ് പറയുക. അങ്ങനെ നമുക്ക് എല്ലാ ചിക്കൻ പീസും കൂടി അതിലിട്ട് കൊടുക്കാം. ശേഷം അതിൽ കുറച്ച് ഓയിലാണ് കേട്ടോ ഇത് വെന്തിട്ടുള്ളത്. ആ കുറച്ച് ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചിക്കൻ വെച്ച സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ റൈസ് ഇട്ടിട്ട് ദം ഇടാൻ പോകുന്നത്. ചിക്കൻ സ്റ്റോക്കിൻ്റെ മുകളിലുള്ള കുറച്ച് ഓയിൽ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അഡീഷണൽ ആയിട്ട് അതിൽ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിതാ റൈസ് എടുത്തിട്ട് 80% കുക്കായി ഉണ്ടാവും കേട്ടോ. ആ റൈസ് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലെയർ ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പകുതി ഇട്ട ശേഷം അതിലേക്ക് പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവ് അധികം വേണ്ടവർക്ക് പച്ചമുളക് വേണമെങ്കിൽ അധികം ഇടാം. ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലെയറായിട്ടാണ് ചെയ്യുന്നത്. മുഴുവൻ റൈസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു പച്ചമുളകും കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ സ്റ്റോക്കില്ലേ, ആ ഓയിൽ അതും കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അഡീഷണലായിട്ട് ഒരു ഫുഡ് കളറും ചേർത്തിട്ടില്ല. ഈ സമയം നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് സ്മോക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കരി എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതിനെ നടുവിലേക്ക് വെച്ചെടുക്കാം കേട്ടോ.
സ്മോക്ക് മുഴുവൻ പുറത്തേക്ക് പോകുന്ന മുന്നേ നമ്മൾ പെട്ടെന്ന് ഇത് അടച്ചു വെക്കണം കേട്ടോ. സ്മോക്ക് ചെയ്യുമ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് മന്തി കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു 15 മിനിറ്റിന് ശേഷം മന്തി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ടൈപ്പിലുള്ള മന്തിയാണ് കേട്ടോ. വേണ്ടവർക്ക് മിക്സ് ചെയ്യാം, അല്ലാത്തവർക്ക് മിക്സ് ചെയ്യണ്ട. നമ്മളിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ.